ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ കണ്ടല്ലോ. കുണുങ്ങി കുണുങ്ങി പോകുന്നത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം ഹസ്ബൻഡാണ്. നമ്മൾ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു പ്ലാൻ ഇട്ടു. രാവിലെ ചായ കുടിക്കാൻ പോകുന്ന പ്ലാൻ ഇട്ടു. മൂത്രം വയ്ക്കാൻ മാത്രമേ ഞാൻ ഈ സമയം കാണാറുള്ളൂ, അല്ലാത്ത വശം ഞാൻ ഈ സമയം കാണാറ് പോലുമില്ല. പ്ലാൻ ഇട്ടില്ലേ, ഇനിയിപ്പോൾ ചായ കുടിക്കാതെ പറ്റില്ലല്ലോ. ഈ ടൈമിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നല്ല കടിയും ചായയും കിട്ടത്തുള്ളൂ. ലേറ്റായാലും എന്തായാലും കടി തീർന്നു. കുറേ പേർക്ക് മേ ബി അറിയണ്ടാവില്ല, ഐ എം ഫ്രം അഗത്തി, ലക്ഷദ്വീപ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ലാംഗ്വേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആവുമല്ലോ എങ്ങനെയാണ് നമ്മുടെ ജസ്രി ഭാഷ എന്നുള്ളത്. ഈ ഷോപ്പ് ഫോർ മീ, എനിക്ക് ഇവിടുത്തെ മെയിൻ ഇഷ്ടമുള്ളത് ഉള്ളിയോടാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ, എനിക്കറിയില്ല. എൻ്റെ ഫേവറേറ്റ് ആണ് എന്തായാലും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയും ഉള്ളിയോടെയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ടാണ്. അതൊരു മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഓൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പണിക്ക് പോയി. ഞാനൊരു ചെറിയ നാപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് വൈകി എണീറ്റു. ദെൻ എൻ്റെ മെയിൻ പണി വാഷിംഗ് ആണ്. കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അലക്കാൻ. എൻ്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഒഫീഷ്യലി ഞാൻ ഇന്ന് എൻ്റെ 32 വീക്കിലേക്ക് എൻ്റർ ചെയ്തു. എൻ്റോടൊപ്പം പ്രഗ്നൻ്റ് ആയ വേറെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ്സും. രണ്ടുപേരുടെ പ്രസവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരാളെ ഒരു 1 മന്തൊക്കെ ആയി. അപ്പോൾ ഒന്ന് നമ്മൾ അവളെ വിസിറ്റ് ചെയ്യാൻ പോകാനാണ് പ്ലാൻ. വൈകിട്ട് മറ്റേരുടെയും പ്രസവമൊക്കെ കഴിഞ്ഞു, പക്ഷെ അതൊരു 2-3 ഡേയ്സേ ആയിട്ടുള്ളൂ. ഞാൻ നോട്ടീസ് ഒരു കാര്യമുണ്ട്, എല്ലാവരും അങ്ങനെയൊന്നുമില്ല, ബട്ട് ചിലർ ഒരു ഫൻ പ്രസവിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ഷീക്കിൽ പോയി കാണണം. അത് മസ്റ്റാണ്, മാൻഡേറ്ററി. അതർവൈസ് അതെന്തൊരു വലിയ തെറ്റ് ഷീനോല അവൾക്ക്. മീൻസ് മേ ബി അവളെ പറഞ്ഞ് മനസ്സിലാക്കാറില്ലാത്തതുകൊണ്ടായിരിക്കില്ല നഫിടിയില്ല. പാസ്റ്റിൽ ചിലപ്പോൾ ഞാൻ ഷീതനായിരിക്കും, ബട്ട് നമ്മ അറിഞ്ഞിട്ടും നമ്മ അത് ഷീന ശരിയില്ലല്ലേ. നമുക്കെല്ലാക്കുമ്പോഴാണോ ആ അമ്മ എന്തായാലും ഒരു വൾണറബിൾ സ്റ്റേറ്റിലൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടേ. ബേബി ആണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഭയങ്കര ലോ ഉള്ള ടൈമിലാണ് ബേബിയുള്ളേ. നമ്മ ആ സമയത്ത് ഇപ്പോൾ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് ഐ ഫീലൊക്കെ ഒരു ആവശ്യമില്ലാതൊരു ഇൻഫെക്ഷൻ കൊടുക്കുന്നത് ഭയങ്കര തെറ്റായ കാര്യമല്ലേ. ചിലപ്പോൾ നമ്മളെ കാണാൻ വന്ന ആക്കര ഇൻറ്റൻഷലി നമ്മളെ കാണാൻ വന്നില്ലായിരിക്കും. അപ്പുറത്ത് വാർഡിനി കിടാന്നൊരു ചിലപ്പോൾ ഫെനിച്ച മനുഷ്യനെയാ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മനുഷ്യനെ കാണാൻ വേണ്ടിക്ക് വന്നായിരിക്കും. അതിലൂടെ എന്നിട്ട് നമ്മളെ കാണാൻ വരും. അപ്പോൾ അതിന് എക്സ്ട്രാ ഇൻഫെക്ഷൻ ആദ്യം വരും. ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് അവളുള്ളത് നമ്മളെ ജസ്റ്റ് കാണണം, നമ്മളെ അറിയണം എന്ന് മാത്രമായിരിക്കും. പക്ഷേ അത് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ആഫ്റ്റർ ദാറ്റ് അവ പോയി കഴിഞ്ഞാൽ അന്നേരമായപ്പോഴൊക്കെ ഒരു ഫെനിയോ ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ ഇവ ആരും ഉണ്ടാവാം. ആ ഉമ്മയും ആ പിള്ളയും അവളെ ബൈസ്റ്റാൻഡേഴ്സും മാത്രമായിരിക്കും. നിങ്ങളുടെ നാട്ടിലും ഇതേപോലത്തെ എന്തെങ്കിലും കസ്റ്റംസ് ഉണ്ടെങ്കിൽ കമൻറ്റ്. ഇത് എനിക്കിവിടെ പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ഇന്ന് കുറച്ച് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളത്. ചെറുപയർ പായസം, പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഊതി കുടിക്കുന്നതാണ് എൻ്റെ നെഫ്യൂ ഐസു. എന്തായാലും നിങ്ങൾ കണ്ടു കാണും എൻ്റെ വീഡിയോസിലൊക്കെ. അപ്പോൾ അവൻ്റെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കോംപ്ലക്സിൽ, ബിക്കോസ് നാളെ അവർ പോവാണ്. 2 മിനിക്കോയി ഐസുൻ്റെ ഡാഡിക്ക് എവിടേക്ക് ട്രാൻസ്ഫർ ആയി, മിനുക്കോയിലേക്ക് ട്രാൻസ്ഫർ ആയി. സോ ടുമോറോ ഓൺവേർഡ്സ് ഈ വീടിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലായിരിക്കും. ഐ ഡോണ്ട് നോ ഹൗ ഐ മാനേജ്, ബട്ട് സ്റ്റിൽ പറ്റുമായിരിക്കും. ബിക്കോസ് കുറേ നാൾ ചേത്തിലത്തിൽ ഞാനും ഇതും ഒറ്റക്കാരനല്ലോ. സോ അപ്പോൾ ഞാൻ മാനേജ് ചെയ്തു. ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരാൾ വയറ്റിലുള്ളതുണ്ട്, അതെന്നെ ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ഉണ്ടാവുമായിരിക്കും. സ്റ്റിൽ ഇതുള്ളതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് വലിയ വരീസൊന്നും ഇല്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ ഉമ്മ നെക്സ്റ്റ് മന്ത് എന്തായാലും എത്തും. സോ ഉമ്മ ഉണ്ടാവും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഉച്ചയായപ്പോൾ ഐസോ ഒരു ഡബിൾ ഓംപ്ലേറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ അവനൊരു ഡബിൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. യെസ്റ്റർഡേ ഉദുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്ക് ഉണ്ടായിരുന്നു, എനിക്ക് അവർ കൊണ്ടുവന്നായിരുന്നു, മോം ടു ബി കേക്ക്. അപ്പോൾ അതും കഴിച്ച് ഞാൻ മുകളിലോട്ട് പോയി. മോസ്റ്റ്ലി ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറാണ് പതിവ്, ബട്ട് ഇന്ന് പതിവ് ഞാൻ തെറ്റിച്ചു. ഞാൻ ഉറങ്ങിയില്ല. വൈകിട്ട് പോകാനുള്ളതുണ്ട്, ചെറിയ പണി ഉണ്ടായിരുന്നു. അങ്ങനെ അസറായപ്പോൾ ഉദു എന്നെ ഫ്രണ്ടിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഷോപ്പിലോട്ട് പോയി. വേറെയും കുറച്ച് പേര് വരാറുണ്ട്. അങ്ങനെ നമ്മൾ മാളൂട്ടിൽ പോയിട്ട്
കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത്, അവൾക്കും കൊച്ചിനുള്ള ഡ്രസ്സും പർച്ചേസ് ചെയ്ത്, പിന്നെ സിഎമ്മിൽ പോയി കുറച്ച് കടിയും സ്വീറ്റ്സും ഒക്കെ എടുത്ത് നമ്മൾ അവളുടെ വീട്ടിലോട്ട് പോയി. നമ്മുടെ ഗ്യാങ്ങിൽ എല്ലാവരും ഒന്നും ഇല്ല, ബട്ട് ഉള്ളവരെ വെച്ച് നമ്മൾ അവളുടെ അടുത്ത് പോയി. കുറച്ച് പേരൊക്കെ മെയിൻ ലാൻഡിലാണ്. സോ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മറിയം ബേബിയൊക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടും ഒരു മാംഗോ കഴിച്ച്. നൈറ്റിലോട്ടുള്ള ഫുഡൊക്കെ കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ഇത് നാളെ രാവിലത്തുള്ള കേട്ടോ. വട ഉണ്ടാക്കാൻ വേണ്ടി ഉയർന്ന് കുതിർത്ത് വെക്കാണ്. എനിക്കും ബാബിക്കുള്ള ഫുഡ് നമ്മുടെ അടുത്ത നൈബർ ഇന്ന് മറിയുന്ന എണീക്കുന്നുണ്ട്. സോ അപ്പോൾ അവിടെയാണ് നമുക്ക് ഫുഡ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഹസ്ബൻഡ് മരിച്ചാൽ 4 months and 10 days ഒക്കെ മറയിലിരിക്കണം. അങ്ങനെ എൻ്റെ നെയ്ബർ ഫൈനലി കംപ്ലീറ്റഡ് ഹെർ 4 months and 10 days. അപ്പോൾ ഇന്ന് മറയുന്ന എണീക്കുകയാണ്. സോ അവിടെ തോവ പറയാൻ പോകണം. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടും. അപ്പോൾ ഫുഡ് കഴിക്കും. നൈറ്റക്ക് സാമ്പാറും ചോറും മീൻ പൊരിച്ചുണ്ട്. ചോറ് ഓൾറെഡി ഉണ്ടാക്കി. സോ മീൻ പൊരിക്കണം. കറിയുടെ ഏകദേശം പണിയും ഓള് ചെയ്തു. പെണ്ണുങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ഇക്കോനും അളിയനുമുള്ള ഫുഡ് സെപ്പറേറ്റ് ഉണ്ടാക്കണമല്ലോ. സോ കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഐ തോട്ട് ചോറായിക്കുള്ള മൂടില്ല, കാരണം ഇവിടെ നിന്ന് എന്തായാലും കഴിക്കണമല്ലോ. കുറച്ച് സ്പെഷ്യൽ ചോറുമായിരിക്കും. ഇവിടുത്തെ ഈ സാമ്പാറും ചോറും കഴിക്കണ്ടല്ലോ. സോ എൻ്റെ അടുത്ത് കുറച്ച് ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അൺഹെൽത്തി ആണ്, ബട്ട് ക്രേവിങ്സ്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ചോറ് പാർസലായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി നല്ല സ്പൈസി എട്ടുമന്തി കഴിച്ചു. ബീഫ് എട്ടുമന്തി ആയിരുന്നു. പിന്നെ എനിക്ക് മിഡ് നൈറ്റിലേക്കുള്ള ചൂടുവെള്ളം ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഒരു 2-3 times ഞാൻ മൂത്രമൊഴിക്കാൻ എണീക്കും. പ്രഗ്നൻസി തിങ്സ്. കുറേ പേര് പറയുന്നു അത് വളരെ കുറഞ്ഞ നമ്പേഴ്സാണ്, അതിലും കൂടുതൽ നീക്കുന്നവരുണ്ടെന്ന്. ബട്ട് താങ്ക് ഗോഡ് എനിക്ക് സംടൈംസ് 2 അല്ലെങ്കിൽ 3 അത്ര പ്രാവശ്യം എണീക്കേണ്ടി വരുന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഉദവും വന്നു. ഉണക്കിയ ഡ്രസ്സും മുകളിലോട്ട് എത്തിച്ചെന്ന്. എനിക്ക് നൈറ്റിലേക്ക് മെഡിസിൻസ് ഉണ്ട്, കാൽഷ്യം. നേരത്തെ എനിക്ക് 1 time ആയിരുന്നു, ഇപ്പോൾ 2 times കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ. സോ അതും കഴിച്ച് എൻ്റെ സ്കിൻ കെയർ പരിപാടിയും കഴിഞ്ഞ്. സ്കിൻ കെയർ പരിപാടി എന്ന് വെച്ചാൽ വലിയ പരിപാടിയൊന്നുമില്ല. ഇപ്പം ജസ്റ്റ് ലിബ മാത്രമേ ഇടുന്നുള്ളൂ. വല്ലാണ്ട് ഡ്രൈ ആവുന്നുണ്ട് നൈറ്റിൽ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും AC ഇടണം. AC ഇട്ടാൽ എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പൊട്ടുന്നൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഐ തോട്ട് ഒരു ലിപ് ബാം രാത്രിയിലിടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിലും നല്ലതാണ്. ഞാനങ്ങനെ എപ്പോഴൊന്നും ഇട്ട് കിടക്കാറില്ല, സംടൈംസ് മാത്രമേ ഇടാറുള്ളൂ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം വാസ്ലീൻ്റെ ആണ്, പിങ്ക് ലിപ് ബാം. കുറേ ലിപ് ബാംസ് ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ഐ തിങ്ക് ഐ ലൈക്ക് ദിസ് വൺ. ഇതിന് നെക്സ്റ്റ് റൂട്ടീൻ എന്ന് പറയുന്നത് ബട്ടർ തേക്കലാണ്. ബോഡി ബട്ടർ എൻ്റെ സ്ട്രെച്ച് മാർക്കിന് വേണ്ടി ഇപ്പോൾ തുടങ്ങിയതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. പക്ഷേ ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ ഓയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ബട്ടറൊന്നും അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു, ജസ്റ്റ് പാരച്യൂട്ടിൻ്റെ ഓയിൽ മാത്രം. പക്ഷേ പിന്നീടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായത്. 3rd ട്രൈമസ്റ്ററിലൊക്കെ കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇച്ചിങ്ങും അൺസഹിക്കബിളാണത്. ഒരു 1 month പോലും ആയിട്ടില്ല എൻ്റെ 3rd ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റിൽ യു ക്യാൻ സീ ഞാൻ എത്രത്തോളം അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, ബിക്കോസ് അത്ര ഇച്ചിങ് ഉണ്ട്. അങ്ങനെ ആഫ്റ്റർ ദാറ്റ് പൊതു എൻ്റെ ബെഡൊക്കെ സെറ്റ് ചെയ്തു. ഒരു ഫുഡ് മസാജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. സോ സീ യു സൂൺ. ബൈ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.